ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇറ്റ്സ് മീ അഖിൽ സതീഷ് ആൻഡ് വെൽക്കം ടു അഖിൽ സതീഷ് വേൾഡ്. ഏറ്റവും പുതിയ വാർത്തകൾക്കും ടീം അപ്ഡേറ്റുകൾക്കും ഇനിയുള്ള ബിടെക് വാർത്തകൾക്കും ഒക്കെ ആയിട്ട് മടിക്കേണ്ട, ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യൂ മക്കളെ. അലോട്ട്മെന്റുമായി ബന്ധപ്പെട്ട ഇനി നിങ്ങൾ ചെയ്യേണ്ടതായിട്ടുള്ള, തീർച്ചയായിട്ടും കാണേണ്ടതായിട്ടുള്ള ഒരു വീഡിയോ ആണ്. മാക്സിമം പേരിലേക്ക് ഷെയർ ചെയ്തോ, മാക്സിമം ആൾക്കാരിലേക്ക് എത്താൻ ലൈക്ക് ചെയ്യാൻ മറക്കണ്ട. അപ്പോൾ നിങ്ങൾ ഒഫീഷ്യലി ബിടെക്കിലേക്ക് KTUവിന്റെ അണ്ടറിലും കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെയും കേരളയുടെ ഒക്കെ അണ്ടറിലുള്ള ബിടെക്കിലേക്ക് ജോയിൻ ചെയ്യാൻ പോവാണ്. അപ്പോൾ തേർഡ് അലോട്ട്മെന്റിന് വേണ്ടി വെയിറ്റ് ചെയ്യുന്ന വിദ്യാർത്ഥികളുടെ മുന്നിലേക്ക് ഓൾറെഡി പ്രൊഫഷണൽ അലോട്ട്മെന്റ് വന്നു കഴിഞ്ഞു. അതിൽ നിന്ന് വലിയ വ്യത്യാസം ഒന്നും നിങ്ങളുടെ ഫൈനൽ തേർഡ് അലോട്ട്മെന്റിൽ ഉണ്ടാകാൻ പോകുന്നില്ല. അപ്പോൾ ഓൾമോസ്റ്റ് ഇന്ന് എന്ന് പറയുമ്പോൾ ഉച്ചയ്ക്ക് ശേഷം നിങ്ങളുടെ തേർഡ് അലോട്ട്മെന്റ് വരാൻ പോവുകയാണ്. ഇതും കൂടി വന്നു കഴിഞ്ഞാൽ ഇതുവരെ അഡ്മിഷൻ കിട്ടാത്തവർക്കും നല്ലൊരു കോളേജ് കിട്ടാത്തവർക്കും തേർഡ് അലോട്ട്മെന്റ് എന്ന് പറയുന്നത് അവസാനത്തെ പിടിവള്ളിയാണ്. ഇതുകൂടി കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങളുടെ ബ്രാഞ്ചും നിങ്ങൾ എടുക്കാൻ പോകുന്ന കോളേജും ഏറെക്കുറെ കൺഫേം ആയി കഴിഞ്ഞു. പിന്നെ ഇനി എന്താണ് എന്നുള്ളത്, ക്ലാസ്സുകൾ തുടങ്ങാനുള്ള ചെറിയ താമസം മാത്രമേ ഉള്ളൂ. അതായത് ഇപ്പോൾ പുതുതായിട്ട് അലോട്ട്മെന്റ് കിട്ടുന്നതും മാറി കിട്ടുന്നവരും ഒക്കെ 5 മുതൽ, അതായത് ഇന്ന് മുതൽ ഓഗസ്റ്റ് 10 വരെ, ഇതിനിടയ്ക്ക് 2 ദിവസം അവധിയുണ്ട്. ശനിയാഴ്ച എന്തായാലും വർക്കിംഗ് ഡേ തന്നെ ആയിരിക്കും. അപ്പോൾ ഈ പറയുന്ന ദിവസങ്ങൾക്കകത്ത് നിങ്ങൾ കോളേജുകളിൽ പോയി അഡ്മിഷൻ നേടേണ്ടതുണ്ട്. തേർഡ് അലോട്ട്മെന്റിൽ കിട്ടുന്ന കോളേജ് കൺഫേംഡ് ആണ്, ഫൈനൽ ആണ്. അതിനി പോയി അഡ്മിഷൻ എടുക്കില്ല അല്ലെങ്കിൽ എടുക്കാൻ പറ്റില്ല എന്നൊന്നും പറയരുത്. മാനേജ്മെന്റ് കോളേജുകളാണെങ്കിൽ ആ രീതിയിൽ നിങ്ങൾ ആ കോളേജുമായിട്ട് ഡിസ്കസ് ചെയ്ത് ഫൈനൽ ഒരു കൺഫർമേഷനിലെത്തണം. അല്ലാത്ത പക്ഷം തേർഡ് അലോട്ട്മെന്റിൽ കിട്ടുന്ന കോളേജും കാറ്റഗറിയും സീറ്റ് ടൈപ്പും ഒക്കെ ഫൈനലാണ്. അലോട്ട്മെന്റ് മെമ്മോ ജസ്റ്റ് ഡൗൺലോഡ് ചെയ്ത് പ്രധാനപ്പെട്ട ഡോക്യുമെന്റ്സുമായിട്ട് നിങ്ങൾ കോളേജുകളിൽ പോവുക. ഓൾറെഡി അഡ്മിഷൻ എടുത്തവരാണെങ്കിൽ ഫീസ് ആ രീതിയിൽ ട്രാൻസ്ഫർ ചെയ്യും. ബാക്കി പുതിയ കോളേജിൽ പോയി ജോയിൻ ചെയ്യുക. ആദ്യമേ ഫസ്റ്റിലും സെക്കൻഡിലും കോളേജുകളൊക്കെ കിട്ടി കൺഫേം ആയവർക്കാണ് എങ്കിൽ ഓഗസ്റ്റ് 10 മുതൽ എല്ലാവർക്കും KTUവിന്റെ അണ്ടറിൽ ക്ലാസ്സുകൾ തുടങ്ങാൻ പോവുകയാണ്. അതായത് നിങ്ങൾ ഈ ഒരു വലിയ പ്രോസസ്സിന് ശേഷം ബിടെക് ആക്ച്വലായിട്ട് ഫിസിക്കലായി കോളേജുകളിൽ പോയി പ്രൊഫഷണൽ കോളേജുകളിൽ പോയി പഠിക്കാൻ പോവുകയാണ്. അപ്പോൾ നിങ്ങളുടെ മുന്നിലേക്ക് കംപ്ലീറ്റ് സ്റ്റഡി മെറ്റീരിയൽസ് ഉണ്ട്. ഞാൻ ഒരുപാട് ദിവസമായിട്ട് പറഞ്ഞതാണ്, നിങ്ങളെ കീം പരീക്ഷ കഴിഞ്ഞ് തനിച്ചാക്കില്ല. നിങ്ങൾക്ക് KTUവിന്റെ അണ്ടറിൽ ബിടെക് ചെയ്യാനുള്ള കംപ്ലീറ്റ് സ്റ്റഡി മെറ്റീരിയൽ ഫോർ ഫസ്റ്റ് ഇയർ എന്ന് പറയുന്നത് നിങ്ങൾ മനസ്സിലാക്കണം, +1 +2 പോലെയാണ്. നമ്മൾ ഈ വലിയൊരു കോഴ്സിൽ +1 നിങ്ങൾ പകുതി പഠിക്കും, പിന്നെ +2 പഠിക്കും. ഫസ്റ്റ് ഇയർ എന്ന് പറയുന്നത് S1 S2 ആണ്. അതായത് ഫസ്റ്റ് സെമസ്റ്റർ ആൻഡ് സെക്കൻഡ് സെമസ്റ്റർ ചേരുന്ന 2 മാസത്തെ ഒരു വെക്കേഷനും കിട്ടും. ടോട്ടൽ 12 മാസം. അപ്പോൾ നീ ഒരു സെക്കൻഡ് സെമസ്റ്ററിനും ഫസ്റ്റ് സെമസ്റ്ററിനും ആവശ്യമായിട്ടുള്ള കംപ്ലീറ്റ് സ്റ്റഡി മെറ്റീരിയൽസ് എന്ന് പറയുന്നത് നിങ്ങൾക്ക് വേണ്ട പ്രധാനപ്പെട്ട മൊഡ്യൂൾ വൈസ് നോട്ട്സ്, അതിൽ നിന്ന് ചോദിക്കാനുള്ള ക്വസ്റ്റ്യൻസ്, ബാക്കി എല്ലാം ഡിജിറ്റൽ നോട്ട്സ് അവൈലബിൾ ആണ്. ഈ കാണുന്ന വാട്സ്ആപ്പ് നമ്പറിൽ നമ്മൾ ആദ്യം തന്നെ പറഞ്ഞ പോലെ ജസ്റ്റ് ഇത് ചെയ്താൽ മതി. ഇപ്പോഴാണെങ്കിൽ ലോഞ്ച് ഓഫർ പ്രൈസിന് അവൈലബിൾ ആണ്. സോ നിങ്ങളോട് പറയാനുള്ളത്, പുതുതായിട്ട് അലോട്ട്മെന്റ് കിട്ടുന്ന എല്ലാവരും 10-ാം തീയതിക്കകത്ത് തന്നെ പോയി അഡ്മിഷൻ എടുക്കുക. നമ്മുടെ സാഹചര്യം ക്ലൈമറ്റ് വളരെ മോശമാണ്. ഇൻ കേസ് നിങ്ങൾക്ക് അവിടെ ഫിസിക്കലി ഹാജരാകാൻ പറ്റിയില്ല എങ്കിൽ അതാത് കോളേജുകളെ വിളിച്ചത് കൺവേ ചെയ്യുകയും അതിനൊരു സൊല്യൂഷൻ കണ്ടെത്തുകയും ചെയ്യുക. ഇനി നിങ്ങളുടെ മുന്നിലുള്ളത് സ്പോട്ട് അഡ്മിഷൻ. തേർഡിലും കിട്ടാത്തവർക്ക് സ്പോട്ട് അഡ്മിഷൻ എന്ന് പറയുന്ന ഒരു കടമ്പ മാത്രമാണ്. അതും ഓൾറെഡി അഡ്മിഷൻ എടുത്തവർക്കാണ് ആ സ്പോട്ട് അഡ്മിഷൻ നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്നത്. സ്ട്രേ വേക്കൻസി പോലുള്ള സംഭവങ്ങൾ ഇത്തവണ ഉണ്ടാകുമോ എന്നുള്ളത് തീർച്ചയില്ല. കാരണം അവസാനത്തെ നോട്ടിഫിക്കേഷനിൽ തന്നെ പറഞ്ഞിരുന്നു, ഇത്തവണത്തെ ലാസ്റ്റ് സെൻട്രലൈസ്ഡ് അലോട്ട്മെന്റ് പ്രൊസീജിയർ ആണ് തേർഡ് അലോട്ട്മെന്റ് എന്നുള്ളത്. സോ അതിന്റെ റിസൾട്ടിന് വേണ്ടി വെയിറ്റ് ചെയ്യാം. പ്രൊഫഷണൽ തന്നെയാണ്, ഏറെക്കുറെ ഉറപ്പിച്ചോളൂ. ചെറിയ ഡിഫറൻസുകൾ ഉണ്ടായാൽ മാത്രം മാറ്റി കിട്ടും. അപ്പോൾ നിങ്ങൾ അഡ്മിഷൻ എടുക്കാൻ തയ്യാറായിക്കോളൂ. 10-ാം തീയതി വരെ പ്രധാനപ്പെട്ട ഡോക്യുമെന്റ്സ് എന്തൊക്കെ കൊണ്ടുപോകണമെന്ന് ഓൾറെഡി നമ്മളൊരു വീഡിയോ ചെയ്തിട്ടുണ്ട്. സോ ഞാൻ ഈ പറഞ്ഞ സ്റ്റഡി പാക്കിന്റെ കാര്യം ബിടെക്കിനെ വളരെ സീരിയസ് ആയിട്ട് ഇപ്പോൾ തന്നെ എന്ത് പഠിക്കണം, എങ്ങനെ പഠിക്കണം, സിലബസ് എന്താണ്, നോട്ട്സ് എന്താണ് എന്ന് അറിയാൻ താല്പര്യമുള്ള ഒരു പ്രിപ്പറേഷൻ, ഒരു ബ്രിഡ്ജ് കോഴ്സ് ആയിട്ട് ചെയ്യാൻ താല്പര്യമുള്ളവരെല്ലാവരും ഇപ്പോൾ തന്നെ നിങ്ങളുടെ പേരും നിങ്ങളുടെ ബ്രാഞ്ചും മെസ്സേജ് ചെയ്യാൻ മടിക്കണ്ട. സോ മറ്റൊരു വീഡിയോ ആയിട്ട് കാണാൻ തൽക്കാലം നിർത്തുന്നു. ബൈ.